ഹലോ, ഗുഡ് ഈവനിങ്. ഇതാ ഞാൻ ഓഫീസ് വിട്ട് വന്നേ ഉള്ളൂ. വന്ന പാടെന്നെ വീട്ടിൽ നിന്ന് അയച്ച പാഴ്സൽ എത്തിയത് തുറക്കാൻ പോവാണ്. ഇന്ത്യൻ പോസ്റ്റിന് ഇന്റർനാഷണൽ എയർ പാഴ്സൽസും പറ്റും. അതിലാണ് അച്ഛൻ വീട്ടിൽ നിന്ന് അയച്ചത്. മാക്സിമം നമുക്ക് 20 kg വരെ അയക്കാൻ പറ്റും. പക്ഷേ ഇതെന്താവും അറിയാത്തതുകൊണ്ട് ഞാൻ ഒന്ന് ട്രയൽ നടത്തിയതാണ്. അതുകൊണ്ട് തന്നെ ആദ്യം 5 kg ആണ് അയച്ചത്. 5 kg അയക്കാൻ വേണ്ടി 5000 റുപ്പീസാണ് ആയത്. ഒരു കാര്യം കൂടി ഉണ്ട്, പാഴ്സൽ മാക്സിമം അലൗഡ് സൈസ് ഇന്ത്യൻ പോസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. 2 meters ആണ് മാക്സിമം എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നാട്ടിലേക്കൊക്കെ ഇങ്ങനെ സർപ്രൈസസ് അയക്കുമ്പോഴും ഓരോ പാഴ്സൽസ് അയക്കുമ്പോഴും അവർക്ക് ഭയങ്കര സന്തോഷമാവില്ലേ? അതേപോലെ തന്നെ നമുക്ക് തിരിച്ചിങ്ങനെ ഓരോ പാഴ്സൽ വീട്ടിൽ നിന്ന് അയക്കുമ്പോൾ എന്തൊരു സന്തോഷം അറിയോ. അതുകൊണ്ട് ഇനി അബ്രോഡുള്ളവർക്ക് പാഴ്സലൊന്നും അയക്കാൻ പറ്റില്ല, അതെങ്ങനെ അറിയില്ല എന്നൊന്നും പറയണ്ട. നമ്മളെ സാധാ ഇന്ത്യൻ പോസ്റ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് അയക്കാൻ പറ്റും. അപ്പം ഇനി അബ്രോഡൊക്കെ ഉള്ള വേണ്ടപ്പെട്ടവർക്ക് നിങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ അയച്ചു കൊടുക്കണം, അല്ലെങ്കിൽ സർപ്രൈസസ് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പാഴ്സൽ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്ത്യൻ പോസ്റ്റ് വഴി അയക്കാൻ പറ്റുന്നുള്ള ഇൻഫോ നമുക്ക് കിട്ടി. ഈ ഇൻഫോ നമുക്ക് ആവശ്യമുള്ളവർക്ക് എല്ലാം പാസ് ചെയ്യാം. അച്ഛൻ ഇത് പാക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു തുള്ളി സ്പേസ് ബാക്കി ഉണ്ടാവില്ല എന്ന് എനിക്കറിയാമായിരുന്നു. ആ വോയിഡ് സ്പേസസിലൊക്കെ ഞങ്ങളുടെ വീട്ടിലെ മാതൃഭൂമി പേപ്പർ കുത്തി തിരികെ വെച്ചിട്ടുണ്ട്. എനിക്ക് വീട്ടിൽ നിന്ന് അയച്ചിരിക്കുന്ന കുറേ ട്രഡീഷണൽ ഡ്രസ്സുകളാണ് കേട്ടോ. ഇവിടെ ട്രഡീഷണൽ ഡ്രസ്സിന് ഭയങ്കര വിലയാണ്. പിന്നെ മുളക് പൊടി, അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും. പിന്നെ ഒരു മേജർ സാധനം ഇഡ്ഡലി ചെമ്പ്. നാട്ടിൽ നിന്ന് എനിക്ക് ഇഡ്ഡലി കണ്ടെടുത്താൽ കണ്ടുകൂടായിരുന്നു. കാരണം അമ്മ വർക്കിംഗ് ആയതുകൊണ്ട് എന്നും രാവിലെ ഒന്നുകിൽ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ അങ്ങനെയായിരുന്നു. ഇവിടെ വന്നതിൻ്റെ ശേഷം എനിക്ക് ഇഡ്ഡലി കഴിക്കാൻ ഭയങ്കര പൂതി. അങ്ങനെ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് കയറ്റി അയച്ചതാണ് ഇഡ്ഡലി ചെമ്പ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. വീണ്ടും കാണാം. ബൈ.